ഓം നമോ നാരായണായ. അനന്തശയ്യയിൽ കിടക്കുന്ന ആ അനന്ത പത്മനാഭനെ കാണാൻ നമുക്കൊന്ന് പോയാലോ? വരൂ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമിയുടെ ആദരാഞ്ജലിയായ ഈ പുരാതന ക്ഷേത്രം സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും നാടിൻ്റെ ആഴത്തിൽ വേരൂന്നിയ മതപരമായ പാരമ്പര്യത്തിൻ്റെയും പ്രതിഫലമാണ്. പത്മനാഭസ്വാമി എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ അവതാരം. കേരള ദ്രാവിഡ വാസ്തുവിദ്യയുടെ ചരിത്രപരമായ മിശ്രിതം, ചുവർചിത്രങ്ങൾ, ശില്പങ്ങൾ, പ്രതിമയുള്ള വിഷ്ണു വിഗ്രഹം എന്നിവ കേരളത്തിലെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് കാലാതീതമായി ആത്മീയതയുടെയും വാസ്തുവിദ്യാ മഹത്വത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. നഗരത്തിൻ്റെ കിഴക്കൻ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരള ദ്രാവിഡ ശൈലിയിൽ സമന്വയിപ്പിച്ച വാസ്തുവിദ്യാ ശൈലിയിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രം 8-ാം നൂറ്റാണ്ടിലേതാണ്. നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന 12,008 സാള ഗ്രാമങ്ങൾ അടങ്ങിയതാണ് അധിപനായ ദേവന്റെ വിഗ്രഹം. ഗണ്ഡകി നദിയുടെ തീരത്ത് നിന്നാണ് ഇത് എടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകോവിലിനു മുന്നിലുള്ള ഒറ്റക്കൽ മണ്ഡപം, ഒറ്റ ശിലാഫലകം കൊണ്ട് നിർമ്മിച്ച മണ്ഡപം, തിരുമലപ്പാറ കോറിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കൂറ്റൻ ഒറ്റക്കല്ലിൽ നിന്ന് നിർമ്മിച്ചതാണ്. പതിനെട്ടടി നീളമുള്ള പ്രധാന വിഗ്രഹം 3 വ്യത്യസ്ത വാതിലുകളിലൂടെ കാണാൻ കഴിയും. ആദ്യത്തെ വാതിലിലൂടെ തലയും നെഞ്ചും കാണുമ്പോൾ കൈകൾ 2ാമത്തെ വാതിലിലൂടെയും പാദങ്ങൾ 3ാം വാതിലിലൂടെയും കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങൾ അതിമനോഹരമായ ചിത്രങ്ങളും ചുവർചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവയിൽ ഭൂരിഭാഗവും മഹാവിഷ്ണു, ഗണപതി, ഗജലക്ഷ്മി, നരസിംഹസ്വാമി അതായത് വിഷ്ണുവിൻ്റെ പകുതി സിംഹം പാതി മനുഷ്യാവതാരം എന്നിവയുടെ ജീവിത വലിപ്പമുള്ള ചിത്രങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ കൊടിമരം അതായത് ധ്വജ സ്തംഭം സ്വർണം പൂശിയ ചെമ്പ് ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞതാണ്. ഏകദേശം 80 അടി ഉയരമുണ്ട്. വിവിധ ഹൈന്ദവ ദേവതകളുടെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച മണ്ഡപങ്ങളായ ബലിപീഠവും മണ്ഡപവും മുഖമണ്ഡപവും ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യാ സവിശേഷതകളിൽ ചിലതാണ്. എല്ലാ സന്ദർശകരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷതയാണ് നവഗ്രഹ മണ്ഡപം. ഇവിടെ മേൽത്തട്ട് നവഗ്രഹങ്ങൾ അതായത് 9 ഗ്രഹങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ക്ലോക്ക് റൂം. എവിടെ വെച്ച് കഴിഞ്ഞാൽ മൊബൈലെല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഷർട്ടെല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട്
നമുക്ക് അങ്ങോട്ട് പോയി ദർശനം കണ്ടിട്ട് വരാം.